ശ്രീ കുഞ്ഞാമത്, ഇവിടെ ജമായത്ത് ഇസ്ലാമി ലക്ഷ്യമിടുന്നത് ഒരു മതരാജ്യം അല്ല, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിലില്ല എന്ന വാദം വലിയ തോതിൽ ശക്തമാണ്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഈ മതരാജ്യവാദം അല്ലെങ്കിൽ മതരാഷ്ട്രവാദം വീണ്ടും തലവെക്കുന്നത്. കേരളത്തിലെ മുസ്ലിം വിഭാഗം ഇതിനെ എങ്ങനെ നോക്കിക്കാണും എന്നാണ് താങ്കൾ കരുതുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാനുള്ള അവസരം വേഗം കട്ടായി കയറുന്ന അപേക്ഷ എനിക്കുണ്ട്. ഇല്ല, അങ്ങ് പറയാം, അങ്ങ് പറഞ്ഞോളൂ. ഞാൻ നിങ്ങളോട് 4-5 ദിവസം മുമ്പ് സൂചിപ്പിച്ചൊരു സംഗതിയാണ് നിങ്ങൾ എടുത്ത് ചർച്ചയ്ക്ക് വെച്ചേരിയാണ് നിങ്ങൾ അഭിനന്ദിക്കുക. കാരണം അന്ന് എന്നെ വിമർശിച്ചെങ്കിൽ ഇന്ന് എന്നെ അഭിനന്ദിച്ചു. ഓക്കെ. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്ന് പറയുന്ന BJPക്ക് വളം വെച്ച് കൊടുക്കാനുള്ള അവസരം അവരൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം ഞങ്ങൾ പറയുന്നത് മതമല്ല പ്രശ്നം, കത്തുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അത് ന്യൂനപക്ഷ വിഭാഗത്തിലെ ബഹുഭൂരിപക്ഷം ആ ഒരു വാദം പൂർണ്ണമായി അംഗീകരിക്കുമോ എന്ന് നമുക്ക് ഉറപ്പിക്കാനാകുമോ? നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരു വാദഗതിയും ഒരിക്കലും അംഗീകരിക്കുക. നമുക്ക് ഇവിടെ തൊഴിലാളി വർഗത്തിലെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഈ ഇസ്ലാമിക റിപ്പബ്ലിക് എന്നത് മതപരമായ ഒരു ആവശ്യമാണ്. അപ്പോൾ ഈ നിസ്കാരം പോലും നടത്തണമെങ്കിൽ അങ്ങനെ ഒരു രാജ്യമുണ്ടായേ മതിയാകൂ എന്നൊക്കെയുള്ള ആശയങ്ങൾ എങ്ങനെയാണ് ശ്രീ കുഞ്ഞാമത് കാണുന്നത്? അങ്ങനത്തെ ഒരു ആശയം ഇന്ത്യയിൽ ഓരോ വ്യക്തിയൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ടാകും. ചെയ്യുന്നവർ ചെയ്തോട്ടെ, ചെയ്യാത്തവർ ചെയ്യണ്ട. എല്ലാവർക്കും ഓരോരുത്തര കർത്തവ്യത്തിൽ നിർവഹിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇവിടെ ഉണ്ട്. അതിലെവലാരെ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. നമുക്ക് സ്വയം ചെയ്യാതെ ഇരിക്കുകയും ചെയ്യാം. അതിനാ ഇന്ത്യ ഭരണഘടന പറയുന്നുണ്ട്. അത്രേ നമുക്ക് അതിൽ പറയാനുള്ളൂ. ശരി, വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം സൂപ്പി കൂടി വെള്ളമുണ്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. സൂപ്പി, ഇപ്പോൾ ഈ ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന ആശയം വലിയ തർക്കമാവുകയാണ്. കാന്തപുരം ഉസ്താദ് അതിനെ ഒരു ഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞു. പക്ഷേ ആ സുന്നി വിഭാഗത്തിൽ തന്നെ ആശയപരമായ ഭിന്നത രൂപപ്പെട്ടു വരുന്നതാണ്. കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമി റിപ്പബ്ലിക്കിൻ്റെ വക്താവാണെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിന് പുറകെ ഈ വഹാബ് സഖാഫി മമ്പാട് ഇതിനെതിരെ വരികയാണ്. അപ്പോൾ അങ്ങനെ ഇതിനെ തള്ളിപ്പറയാൻ കഴിയില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നത് ഒരു എല്ലാവരും അംഗീകരിക്കേണ്ട, ഇസ്ലാമിനെ സ്നേഹിക്കുന്നവർ അംഗീകരിക്കേണ്ട ഒരു രീതിയാണ്. മാത്രമല്ല, ഇവരൊക്കെ പറയുന്നൊരു കാര്യം, ഇസ്ലാമിന് ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥലത്ത് പോലും ഇത് നടപ്പിലായിട്ടുണ്ട്. ഇത് മദീനയിൽ നടപ്പിലായിട്ടുണ്ട്. മദീനയിൽ എത്തുമ്പോൾ അവിടെ ഒരു ഇസ്ലാമിക രാജ്യം രൂപപ്പെട്ടത് എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലാത്ത സ്ഥലത്തും ഇത് നടപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ നടപ്പിലാകും എന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. ശ്രീ സൂപ്പി ഇതിനെങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. കുറേ നമ്മൾ സംസാരിച്ചിട്ട്. അതെ അതെ അതെ. എന്റെ അഭിപ്രായത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലേ ഇന്ത്യയിൽ നിരോധിച്ചതാണ്. ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? അല്ല, ശരിയല്ലേ സാറേ? നിരോധനമുണ്ടോ? അത് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട്. വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട്. കാരണം ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിലെ മുസ്ലിം രാജ്യം വരണമെന്ന പ്രഖ്യാപനമാണ് അവരത്. ഹിന്ദു വേണ്ട, ഹിന്ദു രാഷ്ട്രം ഒഴിവാക്കുക, ഇന്ത്യയിലൂടെ നശിപ്പിക്കുക എന്നാണ്. കാരണം അവരെ ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്നാണ് ആശയമാണ് അവരെ ഉദ്ദേശം. പിന്നെ ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രമാക്കണമെന്നും. അപ്പൊ അതൊന്നും നടക്കാൻ പോകില്ല. കാരണം നിങ്ങൾക്ക് പറയാം, ബംഗാളില് ഏത് ബംഗാള, പശ്ചിമ ബംഗാളല്ല, മറ്റേ ബംഗാളില് ജമാഅത്ത് ഇസ്ലാമി രാജ്യം ഭരിക്കുന്ന സ്ഥലമാണ്. അവർ കൂടുതൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥലം. അവരെ ഇവിടുത്തെ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ അവിടെ പോവാം. അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമായിട്ട് ബന്ധമുണ്ടോ? ആ ജമാഅത്ത് ഇസ്ലാം ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാം ഒരേ ആശയം തന്നെയാണ്. അതുകൊണ്ട് അവരുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, യെസ്, വ്യക്തമാണ്. അപ്പോൾ മുഹമ്മദ് മഞ്ചേരി കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഈ കേരളം വലിയ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ്. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ചർച്ചകൾ വരുന്നു എന്നത് നമ്മൾ കുറെ കൂടി ഗൗരവത്തിൽ കാണേണ്ടതുണ്ടോ? നമസ്കാരം. അത് ഇപ്പൊ സാറ് അവസാനം പറഞ്ഞാല് അത് വലിയ ചർച്ചകളും ഏറ്റവും വലിയൊരു അതിപ്രധാനമായ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ മാത്രമുള്ളൂ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കലും പോകലും ചാടലും ഒക്കെ. സ്വയം സ്ഥാനാർത്ഥി ആരും വരലും മറിച്ചും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചേക്കലും ഒക്കെ. പിന്നെ കഴിഞ്ഞാൽ മതരാഷ്ട്രീയം അത് വേറെയും പറയും. അപ്പോ ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താ വെച്ചാൽ ഞങ്ങൾ ഭരിച്ചെങ്കിലേ അവിടെ ഇങ്ങനെ പറ്റുള്ളൂ, ഇങ്ങനെ ആകുള്ളൂ എന്നുള്ള ഒരു കൂട്ടരുതും മറ്റൊരു കൂട്ടരുതുമായിട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ നിസ്കാരം പോലുള്ള വിശ്വാസങ്ങൾ നടപ്പിലാകാൻ മതരാഷ്ട്രമില്ലെങ്കിൽ പിന്നെ അത് സാധിക്കില്ല എന്ന് പറയുന്ന ആ ഒരു പ്രതികരണത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്?
ആ കാണൂല്ലോ. ആരെ പറഞ്ഞ്? നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇവരാരും മുടക്കില്ല. അവനാ നിസ്കരിച്ച അവനാണ് പഠിച്ചോണ്ടേത്തുന്ന ഗുണം കിട്ടും. അത് അതിന്റെ പറഞ്ഞതാണ്. അതിനാരും നിർവഹിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ അവിടെ ഇവിടെ നിസ്കരിച്ചവരൊക്കെ തച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അതൊക്കെ മഹാ തെറ്റുമാണ്. ഓക്കെ, ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പം അങ്ങ് സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കും. എനിക്ക് പലപ്പോഴും അങ്ങോട്ട് സംസാരിക്കാൻ പലപ്പോഴും പറ്റാറില്ല. കാരണം ചില സമയത്തൊക്കെ ഭയങ്കര തിരക്ക് വരുന്നൊരു അത് ശരിയാണ്. സാറിന് കുറെ ദിവസം കണ്ടതിന് ശേഷം ശ്രീ മുഹമ്മദ് മഞ്ചേരി സുഖമായിരിക്കുന്നല്ലോ, ആരോഗ്യമൊക്കെ ഓക്കെ ആണല്ലോ? വളരെ സുഖമാണ് സാർ. ശരി, സന്തോഷം. അപ്പോൾ കുടുംബാംഗങ്ങളോടൊക്കെ എൻ്റെ അന്വേഷണം പറയണം. പലപ്പോഴും അങ്ങേ ഈ തുടക്കത്തിലായതുകൊണ്ട് വേഗത്തിൽ ഞാൻ എടുത്തു പോകുമ്പോൾ പറയാൻ പറ്റില്ല. ശരി, അപ്പോൾ അവരോടൊക്കെ എൻ്റെ അന്വേഷണം പറയണം. ഓക്കെ ഓക്കെ. അപ്പോൾ കിഷോർ കോന്നി എന്നോടൊപ്പം ഇത് നല്ല വിഷയമാണെന്നൊക്കെ പറഞ്ഞ് ചേരുന്നുണ്ട്. അപ്പോൾ ശ്രീ ദിവാകരൻ ചുരുങ്ങിയ വാക്കുകളിൽ. മതവിഭാഗത്തിന് ഏറ്റേക്ക് ആക്രമിക്കുമ്പോൾ അവര് ഏതെങ്കിലും തരത്തിൽ പറയും. അതേപോലെ ഇവരങ്ങോട്ടും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം, വൺ റിലിജൻ, വൺ കാസ്റ്റ്, വൺ ഗോഡ്, ഫോർ മെൻ. എല്ലാത്തിലും നല്ല വെടുപ്പുണ്ട്. അതായത് എല്ലാ നദികളും കടലിലാ പോകുന്നത്. എല്ലാ രക്തത്തിന്റെ നിറം ഒന്നാ. അതിൽ ഏതെല്ലോ ചെറിയ പായസം പെടക്കാക്ക് ഏതോ ചെറിയ എന്തെങ്കിലും ഒരു ദിനുകുമാർ ചടയമംഗലത്ത്. ദിനുകുമാറാണോ ബിനുകുമാറാണോ? ബിനുകുമാർ. ഓക്കെ. ഞാനത് എനിക്ക് പക്ഷേ എഴുതി വന്നത് ദിനുകുമാർ എന്നാണ്. അപ്പം എനിക്ക് ചടയമംഗലം എന്ന് കേട്ടപ്പോൾ ഒരു ചെറിയ സംശയം. കാരണം അങ്ങാണല്ലോ നമ്മുടെ പൊതുവേദിയിലെ സ്ഥിരം പ്രേക്ഷകൻ. അപ്പോൾ അത് ബിനുകുമാർ തന്നെ ആയിരിക്കും ഞാൻ ഊഹിച്ചാണ്. എനിക്ക് എഴുതി വന്നത് തെറ്റിയത്. ഓക്കെ. ഓക്കെ, ഞാൻ അങ്ങൊന്ന് ടെലിവിഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ അങ്ങയിലേക്ക് വരാം. ജിൽസൺ. പറയൂ. അതെ, ഇതിപ്പം ഈ പറഞ്ഞ ആള് ഒരു പടച്ചോൻ മതി എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. അതിപ്പം യാതൊരു തരത്തിലും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം യേശുക്രിസ്തു ഇതിനു മുൻപും വന്ന വ്യക്തിയാണ്. അതായത് 2000 വർഷങ്ങൾക്ക് മുന്നേ വന്നാണ്. അതുപോലെ നമ്മുടെ ഹിന്ദു ഐതിഹ്യങ്ങളും എത്രയോ ലക്ഷക്കണക്കിന് എനിക്ക് കൃത്യത എനിക്കില്ല അതിനെ കുറിച്ചിട്ട്. ഇപ്പൊ വിഷ്ണു ഭഗവാനായാലും ബ്രഹ്മാവ് ഇതൊക്കെ ഒരു അല്ലെങ്കിൽ രാമായണമായാലും മഹാഭാരതമായാലും ഇതൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ഇത് സംസാരിക്കുന്നത് തന്നെ ഒരു ഭൂഷണമല്ല. പിന്നെ ഇതൊന്നും ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല. പിന്നെ ചിലർക്ക് ചില സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങൾ വെച്ച് അവർ മുന്നോട്ട് പോകും. പക്ഷേ പ്രദീപ് എന്നോടൊപ്പം ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. പ്രദീപ്, ചുരുങ്ങിയ വാക്കുകളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാൻ വിശ്വാസികൾക്ക് സാധിക്കില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. അങ്ങനെ വിശ്വാസികൾക്ക് സാധിക്കില്ല എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? കരുതേണ്ടതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ശരി, ജമാഅത്തെ ഇസ്ലാമി ഇല്ലാണ്ട് ഓണസൊന്നും പറ്റില്ലല്ലോ. ഇപ്പൊ ആ അവസ്ഥയല്ലേ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കണേ. കേരളത്തിൽ BJP കാഴ്ചയല്ലേ 2020 ആയിട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.